ഗുഡ് മോർണിംഗ്. സീന മാം ജോയിൻ ചെയ്തിട്ടില്ലേ മാം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം മാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? ആ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? അപ്പോൾ ഫോമോ ജോമോ നെമോ, എന്താണ് ഫോമോ ജോമോ നെമോ? ഈ ടോപ്പിക് നമ്മുടെ ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 ടേമുകളും അല്ലെ 3 വേർഡ്സും ദ 3 ഫേസസ് ഓഫ് അവർ മൈൻഡ് എന്നാണ്. അതായത് നമ്മുടെ മനസ്സിൻ്റെ അതായത് മനസ്സിൻ്റെ 3 ചിന്തകളാണ് ഫോമോ ജോമോ നെമോ. എന്താണ് ഈ ഫോമോ? അതായത് നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എല്ലാവരും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇപ്പം വാട്സപ്പ് ആയാലും ഇൻസ്റ്റ ആയാലും എല്ലാം നമ്മൾ കാണുകയും കേൾക്കില്ലേ, അതിൻ്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലരുടെ സ്റ്റോറീസ്, ചിലരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല, അല്ല എനിക്കെന്താ ഇങ്ങനെ കഴിയാത്തത് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ അതായത് ഈ സൊസൈറ്റിയിൽ പലരും തന്നെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എന്തുകൊണ്ട് എനിക്കത് കഴിയുന്നില്ല? അപ്പോൾ ആർക്കും തോന്നിയിട്ടില്ലേ? അല്ലേ? നമുക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ട് ചിലരുടെ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും യാത്രകളൊക്കെ പോയ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ പിന്നെ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് കാര്യങ്ങൾ കാണുമ്പോഴും ചില സമയത്തെങ്കിലും നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്കത് പറ്റണില്ല, അല്ലെ എനിക്ക് എന്തുകൊണ്ട് അത് കഴിയുന്നില്ല, അല്ലെ അവരുടെ ലൈഫ് എത്ര അടിപൊളിയാണ് അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് പലരും. അതായത് നമ്മളല്ലെങ്കിൽ ആരായാലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ ഫോമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോമോ എന്ന് പറയുന്നത് ആ ഒരു തോന്നലുകളാണ്. അതായത് ഞാൻ എല്ലാത്തിൽ നിന്നും ഫോമോന്റെ ഫുൾ ഫോമോ എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടാണ്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് ഞാൻ എല്ലാത്തിൽ നിന്നും എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തെയാണ് നമ്മൾ ഫോമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭയത്തിൽ നിന്ന്, അതായത് നമ്മൾ ഒരുപാട് നമ്മുടെ ചിന്തകളാണ് ശരിക്ക്. അതായത് എനിക്കതിനെ പോകാൻ കഴിഞ്ഞില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റഫ് സാറ് നാട്ടിലല്ലല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ അല്ലല്ലോ റഫ് സാറ് അല്ലേ? അപ്പോഴങ്ങനെ ആകുമ്പോൾ നാട്ടിലൊരു ഫങ്ഷനും കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അപ്പോൾ അതിൽ അയ്യോ ഞാൻ അതിൽ പങ്കെടുത്തില്ലല്ലോ, എനിക്കതൊരു വല്ലാത്ത മിസ്സിങ് ആയി പോയല്ലോ. അതിൻ്റെ ആ ഒരു ചെറിയൊരു തോന്നലുകളിൽ നിന്നാണ് ശരിക്ക് എല്ലാത്തിൻ്റെയും, അതായത് ഫോമോയുടെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ ഫോമോ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ശരിക്കും ഉണ്ടാവുക എന്നുള്ളത് അതൊന്നും നമുക്കൊന്ന് ചിന്തിക്കണം അല്ലേ? അതായത് അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയൊരു തോന്നലുകളാണ് എന്നുള്ളത്. പക്ഷെ ആ തോന്നലുകൾ കൂടുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഈ ഫോമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫോമോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. നമുക്ക് എപ്പോഴും കൂട്ടായി ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകളാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒറ്റപ്പെട്ടുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് അത് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് ചേരുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു താല്പര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും ഒന്ന്
ഔട്ട് ആവുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ ഏതൊരു ടീമിൽ നിന്ന് നമ്മൾ ഒന്ന് ഒറ്റപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ് ഫോമോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്താണ്, ഫ്രണ്ട്സ് ടൂറ് പോയി. അങ്ങനെ ഫ്രണ്ട്സ് ടൂറ് പോകുമ്പോൾ നമുക്ക് പോവാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മുടെ എന്താണ് കുട്ടിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട്, അല്ലെങ്കിൽ ജോലി തിരക്കോ അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ പോയില്ല. അപ്പോഴും നമുക്കൊരു തോന്നും, അയ്യോ അവര് നല്ല രസമായി. അങ്ങനെ ആ ഒരു തോന്നലുകളാണ് ഫോമോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോമോ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫോമോ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഫോമോയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓവർ കമ്പാരിസൺ ആ വരിക. നമ്മൾ എന്തിനും ഫോമോയുടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ മൈൻഡിന്റെ ആ ഒരു കമ്പാരിസൺ എന്നുള്ള പ്രശ്നം കൊണ്ടാണ്. അതായത് താരതമ്യം ചെയ്യുക നമ്മൾ, അല്ല അവര് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയല്ല. അതിൽ നിന്നാണ് ശരിക്ക് ഫോമോ ഉണ്ടാവുന്നത്. അങ്ങനെ ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രോബ്ലം നമ്മളുടെ ഈ താരതമ്യം തന്നെയാണ്. ഈ കമ്പാരിസൺ വരുമ്പോൾ ലൈഫിൽ വലിയ പ്രശ്നമാണ് അല്ലേ, എനിക്ക് അവരെ പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഫോമോയുടേത്. സെക്കൻഡ് വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോമോ കൂടി കഴിയുമ്പം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കുറയും. അതായത് നമുക്ക് നമ്മളോടൊരു എന്താണ് ഒരു വിശ്വാസം, അതായത് ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെടുത്താനുള്ള ഒരു പ്രധാന റീസൺ ആണ് ഫോമോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഫോമോ കൂടി കഴിയുമ്പോൾ നമുക്ക് വളരെ ആൻസൈറ്റി ഉണ്ടാവുക. ഈ ആൻസൈറ്റി കൂടി ആ ഡിപ്രഷൻ ആ ഒരു ലെവലിലേക്കൊക്കെ പോവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഈ ഫോമോ അധികമായാൽ. അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷനുകൾ, അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാന പ്രശ്നം നെഗറ്റീവ് തോട്ട്സ് ആണ്. ഈ ഫോമോ നമുക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആണ് ഉണ്ടാക്കുക. കാരണം ഒരിക്കലും പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതായത് അയ്യോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്കറിയാം അല്ലേ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാ ഗ്രോത്തിനെയും അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം ചിന്തകൾ എങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇത്തരം ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗ്രോത്തിനൊക്കെ പ്രോബ്ലമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനുള്ള ഒരു പ്രാക്ടിക്കൽ സൈഡ്, അല്ലെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെ പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫോമോ ഒഴിവാക്കാനുള്ളതിൽ. അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഇഷ്യൂ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഈ സോഷ്യൽ മീഡിയയുടെ അതിലൂടെയുള്ള കാര്യങ്ങൾ ഓവറായിട്ട് കാണുമ്പോഴും അല്ലെ ചിന്തിക്കുമ്പോഴും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു കൺട്രോൾ നമുക്ക് വെക്കുക. സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങൾ അല്ലെ, അതായത് മൊബൈൽ ഫോണ് കാര്യങ്ങൾ അതിലൊക്കെ അങ്ങനെയല്ല, ഒരു ചെറിയ രീതിയിൽ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയല്ല, ഞാൻ കമ്പയർ ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ബോധവാന്മാരാകുക. ഒന്നാമത്തെ നമുക്ക് അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവുക. അതായത് നമുക്ക് ഇന്ന കാര്യങ്ങളാണ്, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത്തെ നമ്മളെ ഈ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ മറ്റ് നല്ല ചിന്തകളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഫോമോയെ നമുക്ക് ഇല്ലാതാക്കാം. ഈ ഫോമോ കൂടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു നിരാശയിലേക്കാണ് ലൈഫിനെ കൊണ്ടുപോകുന്നത്. അതാണ് ഫോമോയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഫോമോ കൂടാതെ നമുക്ക് എല്ലാവരും ചിലപ്പോൾ ഫോമോ ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. ആ ഒരു തോന്നലുകളെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ നമ്മുടെ സെൽഫിനൊക്കെ ഒരു ഏറ്റവും കൂടുതൽ ഫോമോയിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കോൺഫിഡൻസ് ഒക്കെ വളർത്തിക്കൊണ്ട് ആ ഫോമോയെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതായത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ്. ഇനി രണ്ടാമത്തെ ടേം എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? രണ്ടാമത്തത് ജോമോ അല്ലെ. സെക്കൻഡ് 3 ഫേസസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഫോമോയാണ്, സെക്കൻഡ് എന്താണ്, ജോമോയാണ്. ഈ ജോമോ എന്ന് പറയുന്നത് അത് നമ്മുടെ അതിന്റെ ജോമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ്. ഫോമോ എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണെങ്കിൽ, ജോമോ എന്ന് പറയുന്നത് എന്താണ്, ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് ആണ്.
എന്താണ് ഈ ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ? നേരത്തെ നമ്മൾ നഷ്ടപ്പെടുമോ അല്ലെ, അതായത് ഞാൻ ഒരു ഇതിൽ നിന്ന് ഔട്ടായപ്പോൾ അല്ലെ, ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു എന്നാണ് ഫോമോയിൽ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ആ ഫോമോയിലുള്ള ചിന്തകളെ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ കഴിയണം? ജോമോയിലേക്ക് മാറ്റാൻ കഴിയണം. ജോമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് ആണ്. അതായത് ഈ നഷ്ടപ്പെട്ടതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആ നഷ്ടത്തെ നമ്മൾ എന്താക്കുക, അല്ലെ വിട്ടുപോകുന്നതിൽ നിന്ന് നമുക്ക് സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതാണ് ഈ ജോമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ശരിക്കും ഈ ജോമോ എന്നത് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ഒരു ഫ്രീഡമാണ്. അതൊരു മാനസിക സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഏറ്റവും നല്ലൊരു അവസ്ഥയാണ്. ശരിക്കും നമ്മളിപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാണുമ്പോഴും അത് അറിയുമ്പോഴും നമ്മളിൽ ഉണ്ടാവുന്ന ആ ഒരു നഷ്ടത്തെ നമ്മൾ എന്ത് ചെയ്യണോ, മറ്റൊന്നിലേക്ക് നമുക്ക് മാറ്റാൻ ശ്രമിക്കുക. അതാണ് ജോമോ. ഫോമോയിൽ നമുക്ക് ആ നഷ്ടത്തെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുകയാണ്. അയ്യോ, എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെയായി, എന്താണ് ഞാൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ നമുക്ക് അതിൽ ഒരുപാട് പ്ലസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എന്നാൽ ജോമോയിൽ നമ്മൾ ശരിക്കും നേരെ ഓപ്പോസിറ്റ് ആണ് ജോമോ നമ്മൾ ചെയ്യേണ്ടത്. ജോമോയിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജോമോ എന്ന് വരുമ്പോൾ അതിൽ നമുക്ക് ഈ നഷ്ടപ്പെടുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമുക്കൊരു സന്തോഷം കണ്ടെത്തുക. അത് ശരിക്കും നമ്മുടെ മൈൻഡ് അതിനു വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒരു ഫിലിമിന് പോയി. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞതാണ്. പക്ഷെ എന്തോ ഒരു കാരണത്താൽ എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്ത് തീർക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു തീർക്കുക. അപ്പോൾ ഞാൻ ആ ഒരു നഷ്ടത്തെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തൊക്കെയാണോ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് ഈ ജോമോ എന്ന് ഫോമോയിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മൂവ് ചെയ്തു വരൂ, ജോമോയിലേക്ക് വരും. ഫോമോ അധികം വരാതെ നമുക്ക് ജോമോയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ജോമോയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഏറ്റവും ജോമോ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒന്ന് സെൽഫ് അവയർനെസ് ഉണ്ടാവണം. രണ്ടാമത്തത് നമുക്ക് നമ്മുടെ ഒരു സെൽഫ് ആക്സെപ്റ്റൻസും ഉണ്ടാവണം. രണ്ടും ഉണ്ടാവണം. അതായത് സെൽഫ് അവയർനെസ്സും ഉണ്ടാവണം, സെൽഫ് ആക്സെപ്റ്റൻസും ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ജോമോ ഉണ്ടാവുന്നത്. അതായത് നമ്മൾ യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെ, അതായത് എനിക്ക് ഇന്ന കാരണത്താൽ പോവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ റിയാലിറ്റിയെ തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വളർത്തുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ ജോമോ ശരിക്കും എന്തായിരിക്കും, ഒരു നമ്മുടേതായിട്ടുള്ള ഒരു ആത്മനിയന്ത്രണത്തെ കൊണ്ടുവരാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും, ജോമോയിലൂടെ സാധിക്കും. ഇത് കൂടാതെ ജോമോ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ചില പ്രായോഗികമായിട്ടുള്ള മാർഗങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തതാണ് ഡിജിറ്റൽ ഡീടോക്സ് ഡേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ അല്ലെ. ഡിജിറ്റൽ ഡീടോക്സ് ഡേ എന്ന് പറയുന്നത് ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊരു 2 മണിക്കൂറോ അല്ല, ശരിക്കും ഒരു ഡേ തന്നെ. ഡേ ഒന്നും നമുക്ക് ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ, കാരണം ഫോൺ ഒന്നും ഉപയോഗിക്കാതെ. എന്നാലും നമുക്ക് എന്താക്കാൻ കഴിയുക, നമ്മൾ ഒന്ന് കൺട്രോൾ വെച്ചിട്ട് അത് എന്താക്കുക, അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇതിപ്പോ നമ്മളെ മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികളിൽ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിലൊക്കെ ഈ എല്ലാ ഇപ്പൊ ന്യൂ ജനറേഷൻ ആയാലും ഏത് ആളുകളിലും കേട്ടോ, ഈ ഫോണിന്റെ യൂസ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ മനസ്സിലാക്കിയ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ ഒന്നുമില്ല, എല്ലാവരും ഇതിൽ തന്നെയാണ് കുറെ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഡീടോക്സ് ഡേ അല്ലെങ്കിൽ അതായത് ആ ഒരു രീതിയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, കുറച്ച് സമയങ്ങളെങ്കിലും. അതായത് ഒരു സൺഡേ ഒക്കെ നമുക്ക് ഒരു ആഫ്റ്റർനൂൺ നമ്മൾ എന്താക്കുക, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പ്രകൃതിയിലേക്കൊന്ന് നമ്മൾ നോക്കുക അല്ലെ. അതന്നെ എന്ത് രസം ഉണ്ടാവും. ഒന്ന് കുട്ടികളെയൊക്കെ കൂട്ടി അല്ലെ, അവിടെ നമ്മൾ
പ്രകൃതിയിലേക്ക് ഒന്ന് മടങ്ങി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഒരു വൈബ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയൊന്ന് നമുക്ക് അതിലൂടെ നമുക്കൊക്കെ എന്ത് ചെയ്യാ, ജോമോ വളർത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തത് സോളിറ്റ്യൂഡ് ടൈമാണ്. അതായത് നമുക്ക് സ്വന്തം ഒറ്റയ്ക്കുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. ദിവസം നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് ഒറ്റയ്ക്കിരിക്കുക. അതായത് ഒറ്റയ്ക്ക് മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം. അതായത് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡ്രോയിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ വരയ്ക്കുക അല്ലെ, അത് അവർ ഒറ്റയ്ക്കുള്ള സമയത്ത് അവർ കുറേ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അവർ ഡ്രോയിങ് ചെയ്യുക. അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ മ്യൂസിക് കേൾക്കുക. അങ്ങനെയുള്ള അല്ലെങ്കിൽ മെഡിറ്റേഷൻ. പിന്നെ നമുക്ക് ഈ ജോമോ ജേർണലിംഗ് ഒക്കെ എഴുതുന്നത് വളരെ യൂസ്ഫുൾ ആട്ടോ. ജോമോ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി നമുക്ക് സംഭവിക്കുന്ന ഈ ഫോമോ കുറയ്ക്കാനും നമുക്ക് അത് ചെയ്യട്ടോ. ഫോമോ കുറയ്ക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓരോ ദിവസത്തെ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ, എന്താണ് ഇന്ന് സംഭവിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഫോമോയിൽ നിന്ന് നമുക്ക് മാറി ജോമോയിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ജോമോ വളർത്താനുള്ള ഒരു ടെക്നിക്സ് അതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സെൽഫിനെ നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക അല്ലെ. എനിക്ക് ഇന്ന കാര്യങ്ങൾ അല്ലെ, ആ ഒരു ബൗണ്ടറീസ്, അതായത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയോ? ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാം ഒരു നോ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അത് ഏറ്റവും വലിയതാണ്. നമ്മൾ വിചാരിക്കും നോ പറയാൻ എന്താ പഠിക്കാനുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് നോ പറയാനാണ്. കാരണം ഈ നോ പറയാൻ അറിയാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് നോ എന്ന് പറയുന്നത് ഒരു നിഷേധമായിട്ടുള്ള ഒരു കാര്യം അല്ല. യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് കഴിയുമെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ റിസ്ക് എടുക്കുകയാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ടെൻഷനുകളും ഒക്കെ വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോ എന്ന് ധൈര്യമായിട്ട് പറയാം. അപ്പൊ നോ എന്ന് പറയുന്നത് ശരിക്കും ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ആണ്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും ഓരോരുത്തരുടെ ലൈഫിൽ ചില സിറ്റുവേഷനിൽ നോ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ. എൻ്റെ ലൈഫിലൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആരോടെങ്കിലും എതിർത്ത് പറയുക, അല്ലെങ്കിൽ അത് എങ്ങനെ നോ പറയും, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഇപ്പൊ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ. പക്ഷെ അത് ശരിക്കും ഞാനത് മനസ്സിലാക്കിയത് കുറഞ്ഞത് ഈ ഒരു 3-4 വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കി, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിന് യെസ് പറയണോ? അത് നിഷേധമല്ല, അല്ല അവരോടുള്ള സ്നേഹം നമ്മൾ എന്താക്കല്ല, ഇല്ലാതാക്കല്ല. ആരോടാണെങ്കിലും അത് എനിക്ക് കഴിയില്ല, അത് ധൈര്യത്തിൽ പറയാം. അതൊരു സെൽഫ് പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും നമ്മളെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം അല്ലെ. അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ആറ്റിറ്റ്യൂഡ് അല്ലെ, നമ്മുടെ മനോഭാവം ആദ്യം ഒന്ന് മാറ്റണം. ഓക്കെ, അതായത് ആറ്റിറ്റ്യൂഡ്, അതായത് എൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഒരു അംഗീകാരം. ഒരാൾക്ക് ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി അല്ലേ, ഇപ്പോൾ അഞ്ജലി മാമിന് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വലിയൊരു അംഗീകാരവും ഡോക്ടറേറ്റ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കണം, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴും. പക്ഷെ നമ്മൾ അതല്ല അവിടെ ചിന്തിക്കണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ അവരുടെ അംഗീകാരത്തെ നമ്മൾ അംഗീകാരമായിട്ട് കാണുകയോ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എൻ്റെ സമാധാനം എന്ന് പറയുന്നത് അത് എൻ്റെ കയ്യിലാണെന്ന് ചിന്തിക്കണം. അതിന് നമ്മളിങ്ങനെ ഓവർ ടെൻഷൻ അടിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. അതാണ് ഈ ജോമോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇനി അടുത്തത് ജോമോ കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നെമോ ആണ്. നെമോ എന്ന് പറയുന്നത് ഫോമോയിൽ നിന്ന് നമ്മൾ ജോമോയിലേക്ക് എത്തുമ്പോൾ അല്ലെ, ഫോമോ വരാതെ ജോമോ, അല്ലെ ഫോമോ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോമോ ആക്കി മാറ്റാൻ സാധിക്കണം. അങ്ങനെ ജോമോയിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ലെവലാണ് നെമോ എന്ന് പറയുന്നത്. നെമോ എന്ന് പറയുമ്പോൾ ചിലതിൽ നെസസിറ്റി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഞാൻ എടുത്ത നെമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂട്രൽ ഇമോഷൻ ഓഫ് മിസ്സിങ് ഔട്ട് ആണ്. ഒരു ന്യൂട്രൽ ആയിട്ട് അല്ലെ, ന്യൂട്രൽ ഇമോഷൻ ഓഫ് മിസ്സിങ് ഔട്ട് എന്നതാണ് നെമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നെമോ എന്നത് ശരിക്ക് ഇമോഷണൽ ബാലൻസ് ആണ്. നെമോ എത്തുമ്പോൾ അതായത് ഫോമോ, ജോമോ ആൻഡ് നെമോ
ഈ നെമോ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമോഷണൽ ബാലൻസ് ആണ്. അത് ശരിക്കും നമ്മുടെ എന്താണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നൈദർ ഫിയർ നോർ എക്സൈറ്റ്. അതായത് നോർ എക്സൈറ്റ്മെന്റ്. അതായത് നമ്മൾ ഇപ്പോൾ ഭയവുമില്ല, അതേപോലെ തന്നെ ഓവറായിട്ട് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവാത്ത ഒരു അവസ്ഥ. അതാണ് എന്ത് നെമോ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഫോമോയിൽ ഭയങ്കര ഫിയർ ആണ് നമുക്ക് ഉണ്ടാവുക, ഒരു ഭയമാണ് അല്ലേ. ആ ഭയത്തിൽ നിന്ന് നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ ഇതിലേക്ക് പോവാണ്. എന്നാൽ ജോമോയിൽ എത്തുമ്പോൾ നമ്മൾ ഹാപ്പി, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഹാപ്പിയിലേക്ക് സന്തോഷം കണ്ടെത്തുകയാണ്. എന്നാൽ നെമോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു വൈഡ് ടേം ആണ് ശരിക്കും. നെമോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡിന്റെ ഏറ്റവും എന്താണ് ഒരു മാക്സിമം ഒരു എന്താണ് ഏറ്റവും നല്ലൊരു ലെവലാണ് നെമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നെമോ വന്നു കഴിഞ്ഞാൽ നെമോ ഈസ് നൈദർ ഫോമോ നോർ ജോമോ എന്നാണ് പറയേണ്ടത്. അതായത് നെമോയിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെമോ എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും അംഗീകാരങ്ങളോ, ഇപ്പം ഞാൻ പറഞ്ഞു അല്ലെ, ഒരാൾക്ക് ഇപ്പോഴെന്തെങ്കിലും നേടിക്കഴിയുമ്പോൾ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി, അല്ലെ വേറെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ അത് കാണുമ്പോൾ നമുക്ക് അവിടെ അവരോടുള്ള ഒരു കമ്പാരിസണോ കാര്യങ്ങളോ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അസൂയ പോലുള്ള, അല്ലെങ്കിൽ അയ്യോ എനിക്കത് കിട്ടിയില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ അവിടെ വരില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓരോ നഷ്ടപ്പെടുത്തലുകളിൽ നിന്ന് നമ്മൾ അവസരങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊരു ചോയ്സ് ഓഫ്, അതായത് നമ്മൾ അവസരങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം അല്ലെ. ആ നഷ്ടം എനിക്ക് സംഭവിച്ചു അല്ലെ, ആ നഷ്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കണ്ടെത്തി പോകുന്നതാണ് എന്ത് ശരിക്ക് നെമോ എന്ന് പറയുന്നത്. ജോമോ അതിന് നമ്മൾ ശ്രമിച്ചു, ജോമോനേക്കാൾ കുറച്ചുകൂടെ ഹയസ്റ്റ് ലെവലാണ് എന്ത് നെമോ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞു, ഇതൊരു നെമോ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആക്സെപ്റ്റൻസും വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഡിറ്റാച്ച്മെന്റും ആയിട്ട് ഒരു എന്താണ് ശരിക്കും നെമോ എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു അവസ്ഥയാണ്. എന്തിനോടും നമുക്ക് എന്താണ് കൂടുതൽ എന്താണ് ഒരു ഒരു കാര്യത്തിന് കൂടുതൽ ഒരു താല്പര്യമില്ല. അതായത് മീൻസ് അങ്ങനെയല്ല, നമ്മൾ ആ ഒരു നല്ലൊരു സെൽഫ് കൺട്രോളും മൈൻഡിന്റെ ഒരു എന്താണ് സെൽഫ് അവയർനെസ്സും മൈൻഡിൽ ആ ഒരു ലെവലാണ് ശരിക്കും. ഒരു മെന്റൽ പവർ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തിലേക്ക് എത്താൻ കഴിയുക, നെമോയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഈ നെമോയ്ക്ക് ശരിക്കും നമ്മൾ നെമോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഇങ്ങനത്തെ കുറിച്ചുള്ള എന്താണ് ഭയമൊന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താണ് കൂടുതൽ എക്സൈറ്റ്മെന്റും ഉണ്ടാവില്ല, ആവേശങ്ങളും ഉണ്ടാവില്ല അല്ലെ, എന്നത് ചെയ്യണം അല്ലെ എന്നത് അങ്ങനെ എന്താണ് നമ്മളിങ്ങനെ കുറേ സന്തോഷത്തിന് പിറകെ ഓടുകയല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കാമായിട്ട് അല്ലെ ശാന്തതയോട് കൂടിയുള്ള സമാധാനം കണ്ടെത്തലാണ് ശരിക്കും എന്ത് നെമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ന്യൂട്രലായിട്ടുള്ള അല്ലെ, അതായത് നമ്മൾ എന്താണ് ഏറ്റവും കാമായിട്ട് അല്ലെ കൂളായിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു സമാധാനത്തെ കണ്ടെത്തലാണ് ശരിക്കും ഇതിലൂടെ സാധിക്കുന്നത്, നെമോയിലൂടെ സാധിക്കുന്നത്. അപ്പൊ ഈ നെമോ വളർത്താൻ വേണ്ടിയിട്ട് അല്ലെ, നെമോ നമുക്ക് ഉണ്ടാവേണ്ടത് അപ്പൊ നമുക്ക് മനസ്സിലായി, നെമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോഴും നമുക്ക് ഏറ്റവും എങ്ങനെ നമുക്ക് നെമോ എന്നുള്ള കാര്യങ്ങൾ അല്ലെ നെമോ നമുക്ക് എങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് അതിനെന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അത് നേരത്തെ നമ്മൾ ഫോമോ ജോമോ ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ട് മൈൻഡ്ഫുൾ ഒബ്സർവേഷനാണ് വേണ്ടത്. അതായത് നെമോ വളർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ഒബ്സർവേഷനാണ്. ഈ മൈൻഡ്ഫുൾ ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോഴോ അവരുടെ എന്താണ് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്ത് വേണോ, എനിക്കും ഇത് വേണം അല്ലെ എനിക്കും ഇങ്ങനെ ആവണം എന്നുള്ള ചിന്ത നമ്മൾ ഒഴിവാക്കുക. പകരം നമ്മൾ ഒബ്സർവ് ചെയ്യാം നമുക്ക്. പക്ഷെ ആ ഒബ്സർവേഷൻ മാത്രമേ പാടുള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, ജഡ്ജ്മെന്റ് പാടില്ല. അതായത് എന്നതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിധിക്കുകയാണ് അല്ലെ, അല്ല അതാണ് അവരുടെ ലൈഫ് അങ്ങ്. പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റിയതല്ല. ഇപ്പൊ സ്റ്റാറ്റസ് ആയാലും ഇപ്പൊ ഒരു സ്റ്റാറ്റസ് തന്നെ നമ്മൾ വെക്കുമ്പോഴും അല്ലെ പലപ്പോഴും നമ്മൾ എന്താ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ അല്ലെ നമ്മൾ വെക്കാൻ ശ്രമിക്കുക. അതിലൊരു മോശമുള്ള രീതിയിലൊന്നും ആരും അധിക പേരും
99% അങ്ങനെയല്ലേ. അപ്പൊ ഏറ്റവും നമ്മൾ ചിലപ്പോൾ റീൽസ് ആണെങ്കിലും അല്ലെ, ഓരോ കാര്യം സ്റ്റോറീസ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചെയ്യുന്നുള്ളൂ. അതന്നെയാണ് അവരുടെ റിയൽ ലൈഫ് എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഓരോന്നും നമ്മൾ കണ്ടിട്ട് അതിനെ നമ്മൾ ജഡ്ജ്മെന്റിലേക്ക് എത്താതിരിക്കുക, ഒബ്സർവ് ചെയ്യാം നമുക്ക്. പക്ഷെ ആ ഒബ്സർവേഷൻ നല്ലൊരു മൈൻഡോട് കൂടെ നമ്മൾ ഒബ്സർവേഷൻ നടത്തുക. ഒരിക്കലും നമ്മൾ ജഡ്ജ്മെന്റിന് പോവരുത്. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോയ്സ് ആണ്. അതായത് നമ്മളെപ്പോഴും നല്ല തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, അതായത് നമുക്ക് എന്ത് ചെയ്യാന്നാണ് ചോയ്സ് ജേണൽ എഴുതാവുന്നതാണ്. അതായത് ചോയ്സ് ജേണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡെയിലി നമ്മൾ ജേണൽ എഴുതുക. അതായത് എന്താണ് ഇന്നത്തെ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ആ നഷ്ടത്തെ ഞാൻ എങ്ങനെ നല്ലൊരു തെരഞ്ഞെടുപ്പിലേക്ക് ആക്കി, ആ നഷ്ടത്തെ ഞാൻ എങ്ങനെ മാറ്റി, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു നഷ്ടം വന്നു, ഫോർ എക്സാമ്പിൾ നമുക്ക് ജോലിയൊക്കെ ചില സമയങ്ങളിലുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അല്ലെ, ജോലി തിരക്കൊക്കെ ആകുമ്പോൾ. പക്ഷെ അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുണ്ട്, ഈ ജോലി തിരക്ക് നമുക്കുള്ളത് അതൊരു പ്ലസ് ആണല്ലോ. എത്ര പേരുണ്ട് നമ്മളെ രാജ്യത്ത്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തും എത്ര ആളുകളുണ്ട് അൺഎംപ്ലോയ്മെന്റ് കണ്ടീഷനിലൂടെ കടന്നു പോകുന്നത്. അത് നമ്മൾ അപ്പോൾ ജോലിക്ക് വേണ്ടി ഒരുപാട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതേ സ്ഥാനത്താണ് നമുക്ക് ജോലി തിരക്ക് വരുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ജോലി ഉണ്ടല്ലോ, അതൊരു വലിയ പ്ലസ് ആണ്. ആ ഒരു കാര്യങ്ങളിലേക്ക് അതാണ് നമ്മൾ തെരഞ്ഞെടുപ്പ്, ബുദ്ധിപൂർവ്വമുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. മൂന്നാമത്തത് ഫ്ലോ ആക്ടിവിറ്റീസ് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഫ്ലോ ആക്ടിവിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായ മനസ്സോടുകൂടെ നമ്മൾ ചെയ്യുക, പൂർണ്ണമായിട്ട് അതിൽ മുഴുകി ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് അതിൽ പറ്റിയതാണ് ഞാൻ പറഞ്ഞതുപോലെ ഡാൻസ്, പല മ്യൂസിക് അല്ലെ, ആ പാട്ട് പാടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായി നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ നമ്മൾ ചെയ്യാം. അത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ മനസ്സോടുകൂടി. അത് നമുക്ക് ടീച്ചിങ്ങിലൊക്കെ നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് ജോലിയിലും ഉണ്ടാവട്ടോ, നമ്മുടെ പാഷൻ എന്താണോ, നമുക്ക് ഏത് ജോലിയാണോ താല്പര്യമുള്ളത് ആ ജോലിയിൽ തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി നമ്മൾ ആ രീതിയിൽ ചെയ്യണം. പൂർണ്ണമായ മനസ്സോടെ പൂർണ്ണമായി അതിൽ മുഴുകി നമുക്ക് ചെയ്യാൻ കഴിയണം അല്ലെ. പലപ്പോഴും ടീച്ചിങ് ഫീൽഡിലുള്ളവർക്കും എല്ലാ ഇതിലും, എനിക്ക് ടീച്ചിങ് അതായത് കൊണ്ട് ഞാൻ കൂടുതൽ അതിലാണ് എക്സാമ്പിൾ പറയാ. അതായത് ഞാനിപ്പോൾ പറയാണ്, നമ്മളെ ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഒക്കെ ചില സമയത്ത് ഉണ്ടാകുമ്പോഴല്ലേ, ആരോടെങ്കിലും ഒക്കെ ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലും അത് നമ്മൾ അവിടെ ക്ലാസ്സുകളിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനെയും കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ മറക്കും. അത് വേറൊരു രീതിയായി. അപ്പൊ നമുക്ക് ചിരിക്കാനും നമുക്ക് പറയാനും അല്ലെ, വളരെ കാര്യങ്ങൾ നമ്മളൊന്നുകൂടെ റിലാക്സ് ആയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ടെൻഷൻ എവിടെയോ പോവും അല്ലെ. ചിലപ്പോൾ നമുക്ക് ടെൻഷൻ പോട്ടെ, നമുക്ക് വയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ദിവസങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോഴങ്ങനെ വയ്യാത്തൊരു ഇതിലാണെങ്കിൽ പോലും നമ്മൾ അവിടെ എത്തി, അവിടെ നമ്മളെ ടോപ്പിക്, നമ്മുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അങ്ങനെ നല്ലൊരു ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, നമ്മൾ ആ ടെൻഷനോ നമ്മുടെ ഒരു വയ്യാതെ ഒന്നും നമ്മൾ അറിയില്ല അല്ലെ. പലപ്പോഴും നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോഴാണ് കൂടുതൽ വേദനകളിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കുക. ജോലി ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല അല്ലെ, അധിക പേരും അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് നമ്മൾ അതിൽ മുഴുകി നമ്മൾ ചെയ്യാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നെമോ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല, ഞാൻ അതിൽ തെരഞ്ഞെടുപ്പാണ് നടത്തുന്നത് അല്ലെ, ഞാനൊരു പുതിയ തെരഞ്ഞെടുക്കലാണ്, ഞാനൊരു പുതിയ കാര്യങ്ങളിലേക്കാണ് ചെയ്യുന്നത് എന്ന് കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ഈ ഫോമോ എന്ന് പറയുമ്പോൾ ശരിക്കും അപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്, അപ്പൊ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോമോയിൽ നിന്ന് നമ്മൾ ജോമോ നെമോ ഈ 3 കാര്യങ്ങളാണ്. ആ ജോമോ എന്ന് പറയുന്നതിൽ നിന്ന് നെമോയിൽ എത്തുമ്പോൾ ഈ ഫോമോ നമ്മൾ എപ്പോഴും എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, ഉത്കണ്ഠയിലേക്കാണ്. ഫോമോ നമ്മളെ നയിക്കുന്നത് എന്തിലേക്കാണ്, ഉത്കണ്ഠയിലേക്കാണ്. എന്നാൽ നെമോ നമ്മളെ നയിക്കുന്നത് എന്തിലേക്കാണ്, ജോമോ നയിക്കുന്നത് നമ്മളെ സന്തോഷത്തിലേക്കാണ്. എന്നാൽ നെമോ എന്ന് നമ്മളെ
എപ്പോഴും എന്താണ് നമ്മളെ സ്ഥിരതയാർന്ന സന്തോഷത്തിലേക്കും അതുപോലെ തന്നെ നമ്മൾ എന്താണ് നിഷ്പക്ഷമായിട്ടുള്ള ശാന്തതയിലേക്കുമാണ് നമ്മൾ എന്ത് നയിക്കുന്നത്, നെമോ നയിക്കുന്നത്. അപ്പം മൂന്നിലും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നെമോ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്താണ്, നമ്മുടെ മൈൻഡ്ഫുൾനെസ് ആണ് അല്ലേ. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുക, നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് ഉത്കണ്ഠയില്ലാത്ത ആ ഒരു അവസ്ഥയാണ് ശരിക്കും നെമോ എന്ന് പറയുന്നത്. അതായത് നെമോ എന്ന് പറയുന്നത് സമാധാനം എന്നുള്ളത് അത് മറ്റൊരാളുടെ കയ്യിലല്ല. അതാണ് നെമോ എന്നുള്ള ലെവൽ എത്തുമ്പോൾ നമുക്ക് ഒരു ഹയസ്റ്റ് ലെവൽ തന്നെയാണ് നെമോ. ആ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെമോ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും നമ്മുടെ സമാധാനം നമ്മുടെ കൈകളിലാണ് എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. നമ്മുടെ സമാധാനം നമ്മുടെ തന്നെ കൈകളിലാണ്. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടത്, നല്ല രീതിയിൽ നമ്മൾ അത് എന്താക്കുക, ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതാണ് നമ്മൾ എപ്പോഴും നമ്മൾ മറ്റൊന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പ്രസന്റിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരിക്കലും നമ്മൾ പാസ്റ്റ് ഫ്യൂച്ചർ ഇത് ഓവറായിട്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ പ്രസന്റിലാണ് ജീവിക്കേണ്ടത് അല്ലേ. ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് എന്താണ് എവരിവെയർ, ഇറ്റ്സ് അബൌട്ട് ബീയിങ് ഫുള്ളി പ്രസന്റ് വേർ യു ആർ. അതായത് നമ്മൾ എവിടെയാണ് ഇപ്പൊ പ്രസന്റിൽ എന്താണോ ചെയ്യുന്നത് ആ പ്രസന്റിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കഴിവുകളെ കുറിച്ചാണെങ്കിലും കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നല്ലൊരു ഏറ്റവും സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം നല്ലൊരു അവേദി തന്ന വിംബിൾ അക്കാഡമിയോട് തികച്ചും ഒരുപാട് നന്ദി പറയുകയാണ്. ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ എത്തിച്ചത് നിസാം സാറിൻ്റെ CBT കോഴ്സാണ്. അതിന് സ്പെഷ്യൽ താങ്ക്സ് സാറിനാണ്. അങ്ങനെ എന്താ പറയുക, പിന്നെ ഈ ടീം മുഴുവൻ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ടീമിൻ്റെ ഒരുമിച്ച് വളരുക, ഒരുമിച്ച് പഠിക്കുക, അങ്ങനത്തെ ഒരു ടീമിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ സക്സസ് ആയി. നല്ല ചിന്തകളുള്ള അല്ലേ, അങ്ങനെ ഒരു ടീമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അതിൽ ഞാൻ വളരെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഫൈസൽ സാറിനോടും അതിൻ്റെ എല്ലാ പിന്നണി സജന മാം അല്ലേ ആരൊക്കെയാണോ അതിനെല്ലാവരോടും അതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്തൊക്കെയാണോ ഇതിനേക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളോ പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഫോമോ ജോമോ നെമോ എങ്ങനെ നെമോയിലേക്ക് എത്താം, അതിൻ്റെ നല്ല നല്ല ടെക്നിക്സുകൾ ഉണ്ടെങ്കിൽ ആർക്കും ഇതിനോടുകൂടെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് സംസാരിക്കാവുന്നതാണ്. താങ്ക് യു മാം, നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, ടോപ്പിക് കേട്ടപ്പോ എന്ത് സംഭവം വിചാരിച്ചായിരുന്നു. ആണല്ലേ. പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പക്ഷെ അറിയുന്ന പക്ഷെ ആ ഒരു ടേം കേൾക്കുമ്പോഴേ ഒന്നാമത് ഈ ന്യൂജൻ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു ടേം ആണ്. പക്ഷെ പലർക്കും അത് എന്താണ്, അതുകൊണ്ടാണ് ഞാൻ അന്ന് അത് ഗ്രൂപ്പ് പറയാഞ്ഞു, വെറുതെ ഒരു ക്യൂരിയോസിറ്റി. അതെ ഞാനൊന്ന് സെർച്ച് ചെയ്യാന്നൊക്കെ വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട, നേരിട്ട് കേൾക്കാം. നന്നായി പ്രസന്റ് ചെയ്തു. ഞാൻ അങ്ങനെ വിചാരിച്ചു ഒരു ടീച്ചർ ആയിരിക്കും എന്ന് വിചാരിച്ചു. പറഞ്ഞതിന് ടീച്ചറാണല്ലേ. ടീച്ചറാണ്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഓക്കെ മാം, താങ്ക് യു. സജന മാം. നല്ല സെഷൻ ആയിരുന്നു. ശരിക്കും ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. പിന്നെ മാം ഇതില് ഷെയർ ചെയ്യാൻ സ്ലൈഡ് ഉണ്ടായിരുന്നേ, ഞാൻ കാണിച്ചുതരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ഓപ്ഷൻ എടുക്കാൻ കഴിയുമോ? ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ ആണോ? ചെയ്തോളൂ മാം. നോക്കട്ടെ എവിടെ ഞാൻ അത് ഗ്രൂപ്പ് കാണുന്നുണ്ടോ മാം? ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ. കാണുന്നില്ല. അടുത്ത ഒരു മിനിറ്റ്.
ഒരു മിനിറ്റ് മാം. ഷെയർ ഓപ്ഷൻ വന്നിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ ആർക്കും. ഇല്ല ഇല്ല. ഇപ്പൊ വരുന്നുണ്ട് മാം, വരുന്നുണ്ട്. ഇതാണ് ഒന്ന്. നമ്മുടെ ഫോമോ, ജോമോ, നെമോ എന്നുള്ള അവസ്ഥ. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്, നെസസിറ്റി ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നും പറയാറുണ്ട്, ന്യൂട്രൽ ഓഫ് ഇമോഷണൽ മിസ്സിംഗ് ഔട്ട് എന്നും പറയാറുണ്ട്. ആ രണ്ട് രീതിയിൽ അതിനെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ഒന്നുകൂടി ബെസ്റ്റ് ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ടേമിലേക്ക് പോയത്. പിന്നെ ഫോമോ എന്താണ്, ആ കാര്യങ്ങള്, പിന്നെ ജോമോ, നെമോ, ജോമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ജോമോ, ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തേക്കണം. ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതിലേക്ക് എന്നും നമുക്ക് ആഡ് ഓൺ ചെയ്യാം. നമ്മളൊക്കെ ഈ ഫീൽഡിലുള്ള ആളുകളാവുമ്പോഴേ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കറക്റ്റ് പറയുന്നുണ്ട്. ഇപ്പൊ ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്, ജോമോ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്, നെമോ നെസസിറ്റി ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയാറുണ്ട്, ന്യൂട്രൽ ഇമോഷൻ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ എന്തിനാ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഈ ഫോമോ വരുമ്പോൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു, ജോമോ വരുമ്പോൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ആ ഒരു ലെവൽ. അപ്പോൾ അതുപോലെ തന്നെ അതിന് ഇമോഷൻ എങ്ങനെയാണ് വരുന്നത്? ഫോമോ വരുമ്പോൾ നമുക്ക് ആൻസൈറ്റി, സ്ട്രെസ്സും ആണ് ഉണ്ടാവുന്നത്. ജോമോ വരുമ്പോൾ എന്താണ് വരുന്നത്? പീസ്, ഹാപ്പിനെസ് ആണ്. പിന്നെ ജോമോ, പക്ഷെ അതിന് കൂടുതലുള്ള ഏറ്റവും നെമോ വരുമ്പോഴാണ് നമ്മൾ അവയർനെസ്, വിസ്ഡം, അല്ലെ? ഏറ്റവും ഒരു കാമായിട്ടുള്ള ഒരവസ്ഥയാണ് നെമോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പൊ അത് വേണം ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ശരി. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം, നല്ല സെഷൻ ആയിരുന്നു. ഇതിനകത്ത് ഒരു മോയും കൂടെ ഞാൻ കേട്ടിട്ടുണ്ടേ, ഞാൻ പറയാം. മോമോ എന്നാണ്, MOMO. അതിപ്പോ പുതുതായിട്ടില്ലേ? എന്ന് വെച്ചാല് മിസ്റ്ററി ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇപ്പൊ ഈ ഫോമോയില് നമുക്ക് അറിയാം നമുക്ക് എന്താണ് മിസ് ചെയ്യുന്നതെന്ന്. മോമോയില് നമുക്ക് അറിയില്ല, നമുക്ക് തോന്നുകയാണ് എന്തോ മിസ്സിംഗ് ഉണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ജിഷ മാമിനെ എടുക്കാം നമുക്ക് ഉദാഹരണം. ജിഷ മാം നമ്മളെ ഗ്രൂപ്പിൽ വന്നപ്പം എല്ലാരും എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, പക്ഷെ എന്താ തമാശ എന്ന് മാമിന് അറിയില്ല. അപ്പൊ അങ്ങനെ ആലോചിക്കും എന്തായിരിക്കും ഇവര് സംസാരിക്കുന്നത്, അതൊന്ന്. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു ഉദാഹരണം എടുത്താൽ, നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നേ, അതിൽ 10 പേരുണ്ടായിരുന്നു. എല്ലാ ദിവസവും മെസ്സേജ് വന്നുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ്. 1-2 ദിവസമായിട്ട് അതിൽ മെസ്സേജ് ഒന്നും വരുന്നില്ല. അപ്പൊ അതിൽ ഒരാൾ വിചാരിക്കുകയാണ് ബാക്കി 9 പേര് എന്നെ കൂട്ടാതെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് മിസ്റ്ററി ഓഫ് മിസ്സിംഗ് ഔട്ട്. എനിക്കെന്തോ മിസ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ അങ്ങനെ മിസ് ചെയ്യണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല, എന്താണെന്നും അറിയില്ല. അപ്പൊ അത് മാറാനുള്ള വഴി പറയുന്നത് ഗസ്സിംഗ് പോലെ അല്ലേ? അത് തന്നെ, ഗസ്സിംഗ് പോലെ തന്നെ. നമ്മൾ ഊഹിക്കുകയാണ് അങ്ങനെ ഉണ്ടാവുമെന്ന്. ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. ഇപ്പം അതുപോലെ നമ്മൾ ഒരു 4 ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 4 ഫ്രണ്ട്സിൽ ഒരു 3 പേര് 2 ദിവസമായിട്ട് ഒരാൾക്ക് മെസ്സേജ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇയാൾക്ക് തോന്നുകയാണ് അവരെന്നെ കൂട്ടാതെ ഏതോ ട്രിപ്പിന് പോയി എന്നൊക്കെ തോന്നുന്നത്. അപ്പൊ അത് മാറാനായിട്ട്, അതെ മാറാനായിട്ട് ചെയ്യാവുന്നത് ഒന്ന്, നമ്മൾ അറിയേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ അറിയുമെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മൾ അറിയേണ്ടതല്ല. പിന്നെ അതുപോലെ ഓവർ തിങ്കിങ്. പിന്നെ അതുപോലെ മാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം. പറഞ്ഞതുപോലെ ഈ ഊഹം എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം, അല്ലേ? അതെ, കറക്റ്റ്. ഊഹം ഒഴിവാക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ളവർ എന്തോ ചെയ്തോട്ടെ, അത് നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിക്കുക. ഈ ജോമോയാണ് ഏറ്റവും നല്ലൊരു ഫീൽ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അല്ലേ? ഇല്ല, ഇത് ചെയ്യാനും എളുപ്പമാണ്, പറയാൻ മാത്രമല്ല. നല്ല പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞ എല്ലാരെയും അല്ല, ചിലരെ സംബന്ധിച്ച് അല്ല, കുറച്ച് ടൈം എടുക്കും തോന്നുന്നുണ്ട്. പക്ഷെ നമ്മള് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സ്ഥിരമായിട്ടൊരു പ്രാക്ടീസ് വേണം. ചില സമയത്തെങ്കിലും നമ്മളിങ്ങനെ ചിലപ്പോഴൊന്ന് ചിന്തിക്കാം. തീർച്ചയായും പോവും. പിന്നെ മാം നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിന്റെ ഒക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും നാട്ടിലായാ മതിയായിരുന്നു എന്ന്. അതെ, അത് ശരിയാണ്. അതൊക്കെ ഭയങ്കര മിസ്സിംഗ് ഫീലിംഗ് തന്നെയാണല്ലോ വരുന്നത്. താങ്ക് യു മാം, നല്ല സെഷൻ. മാം എവിടെയാ വീട്? എന്റെ വീട് മുക്കം.
ആർസി കോഴിക്കോട്. കോഴിക്കോട്. അതെ അതെ. ആ എന്റെ വീട് വയനാടാ, കോഴിക്കോട്. ജിഷാമ ഇവിടെയാണ് അല്ലേ? സ്വന്തം ആ വീട്. ഇപ്പൊ ഞാൻ എറണാകുളത്താണ്. എറണാകുളത്താണ് അല്ലേ? ശരി. ഇവിടെ വരാറുണ്ടോ? വയനാട് മെഡിക്കൽ കോളേജിന്റെ അടുത്താണല്ലോ. അതെ അതെ, ഇടയ്ക്ക് വരാറുണ്ട്. വയനാടാണോ ജിഷ മാം? അതെ. നീ വരുമ്പോൾ ഓക്കെ. പറയൂ, നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് കാണാം, കോഴിക്കോടുള്ളവർക്കൊക്കെ. എന്റെ ജിഷാമ വൈഫിന്റെ വന്നിട്ട്. വീട് പറമ്പിൽ ബസാറാണ്. അതെ റസിയ അല്ലേ. പറമ്പ് ബസാറ അല്ലേ? നാട്ടിൽ വരുമ്പോ സാറ് പറയും, നമുക്ക് ആ ഭാഗത്തൂടെയൊക്കെ വരുമ്പോ ഒന്ന് കാണാലോ എല്ലാവർക്കും. അതെ അതെ. അല്ല, വിമ്പിൾ അങ്ങനെ ഒരു വേദി കൂടി ഉണ്ടാക്കട്ടെ അല്ലേ, പരസ്പരം ഒന്ന് കാണാന്. അതിപ്പോ ജനുവരിയില്, ഉണ്ടോ? ജനുവരി 31 ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇയർലി? വെറുതെ ഇല്ല, പറയുന്ന ഇതുവരെ ആരെങ്കിലുമൊക്കെ വരുമ്പോ. ഉണ്ടായിട്ടില്ല. ഇതുവരെ സാർ എപ്പോഴാ ഉണ്ടായില്ലേ? വരുന്നേ? ഈ ഇതുവരെ സജ്ജന മാമിന്റെ ഉണ്ടായിട്ടില്ല. സൗണ്ട് കേൾക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കാണാന്നല്ലാതെ ഒന്ന് നേരിട്ട് കാണണ്ടേ? അതെ അതെ, കാണണം. എല്ലാരും അതെ. തന്നെ ഇവിടെ കേട്ടോ. ഞാൻ വിമ്പിളിലെ അക്കാദമിയുടെ അടുത്ത് തന്നെയാണല്ലോ എന്റെ വീട്. അപ്പൊ ഇതുപോലെ ആരെങ്കിലൊക്കെ വരുമ്പോ സാറിനെ കാണാൻ വരുമ്പോ സാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാന് ആണല്ലേ? ഫ്രീ ആയിട്ട് പോയിട്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ. തൃശ്ശൂരിൽ അടുത്ത തന്നെയാണോ? വീടല്ലേ. അതെ, ചന്ദ്രാപിഞ്ഞി തന്നെയാണ്. ആണല്ലേ? ഗുരുവായൂരിന്റെ ഭാഗത്തേക്കല്ല അല്ലേ? അല്ല അല്ല അല്ല, ഗുരുവായൂർന്ന് പിന്നെ ഇങ്ങോട്ട് കുറെ കൊടുങ്ങല്ലൂർ ദൂരം റൂട്ടിൽ. ഉണ്ടാവും അല്ലേ? കൊടുങ്ങല്ലൂർ. ഇല്ല, കുറെ ദൂരം ഒന്നും പറയാനില്ല. ഉം. ഫൈസൽ സാറിന്റെ വീടൊക്കെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. സജ്ജനാമം ആണല്ലേ? അവിടെയാണല്ലേ? മീൻസ് കുറച്ച് പോണം, എന്നാലും അടുത്തെന്ന് പറയാം. ശരി. ഏറ്റവും അടുത്ത് എന്ന് പറയാം. നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോ ഏറ്റവും അടുത്ത്. അല്ല, ഏതായാലും ആ ഭാഗങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോഴേ നമുക്ക് ഇടയ്ക്കൊന്ന് കാണാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ കാണാലോ. ഈ ഒരു മുക്കത്ത് ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകുക, അതൊക്കെ നല്ലൊരു പ്ലസ് തന്നെയാണല്ലോ. മേരി സീനനെ അറിയോ? മുക്കത്തുള്ള മേരി ആര്? ടീച്ചറാ. മേരി സീന, മുക്കത്ത് ടീച്ചറാ. മുക്കത്ത് തന്നെയാണോ? ടീച്ചർ സെന്റ് മൈക്കിൾസിലാന്ന് തോന്നുന്നു. ആണല്ലേ? അത് ശരി. ഞാന് നോക്കിയിട്ട് അത് ഏത് മുക്കം എന്ന് പറയുമ്പോ കുറെ ഏരിയകളുണ്ട്, പല ഭാഗങ്ങളിൽ. അതൊക്കെയാ. ഓക്കെ. എന്നാലും നമുക്ക് എന്താണ് സജ്ജന മാമിനി നെക്സ്റ്റ് കഴിയാനായില്ല അല്ലേ? മാം, താങ്ക് യു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല ടോപ്പിക് ആയിരുന്നു. ഞാനത് കേട്ടപ്പോ തന്നെ നല്ല സെർച്ച് ചെയ്തൊക്കെ വെച്ചു. നല്ല ക്ലാരിറ്റി ആയിരുന്നു. താങ്ക് യു. വെൽക്കം. സെർച്ച് ചെയ്തല്ലേ, ഞാൻ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു, സെർച്ച് ചെയ്ത് ഞാൻ പറഞ്ഞത് കേൾക്കാതല്ല. പക്ഷെ ഞാനിത് എടുത്തപ്പോഴേ എന്റെ മോള് പറഞ്ഞു, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ടേമാണ് അമ്മേന്ന്. കാരണം അവര് +2 കഴിഞ്ഞാണല്ലോ. പക്ഷെ അന്നപ്പോ എനിക്ക് ആദ്യം ഒരു മടി തോന്നിട്ടോ. ഇതിന് മുൻപ് വേറൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് സെർച്ച് ചെയ്തത്. അപ്പോഴാണ് പിന്നെ എനിക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, അന്നും ഞാൻ പോയി ആരോടൊക്കെ ചോദിച്ചപ്പോൾ അറിയില്ല കേട്ടോ. അതായത് കുട്ടികൾക്ക് പോലും അറിയാത്ത ഒരു ടേം തന്നെയാണ്. ഞാൻ എൻ്റെ കോളേജിലുള്ള ഡിഗ്രി മക്കളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, അവർക്കും അതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലായിരുന്നു. കണ്ടന്റ് അതിന്റെ ഒരു ടേം അതിനാണ് യൂസ് ചെയ്യണെന്നുള്ളത് നമുക്ക് എപ്പോഴാണ് മനസ്സിലായത്, കേട്ടപ്പോഴും. അതെ, വലിയൊരു ഇതല്ല, നമ്മൾ ഡേ ടു ഡേ പറയുന്ന കാര്യങ്ങൾ തന്നെ ശരിക്ക്. പക്ഷെ അതൊരു ടേം അതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അതെന്താണ്. അതാണ്. ഓക്കെ, എന്നാ ശരി. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്, നല്ലൊരു ദിവസമാട്ടെ. മോർണിംഗ് മാത്രമല്ല, എല്ലാ ദിവസങ്ങളും നല്ലൊരു ദിവസമായി മാറട്ടെ. താങ്ക് യു. അതിന്റെ പേയല്ലേ. ഓക്കെ.